കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു പാത്രത്തിൽ 1/4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം നമുക്ക് ശർക്കരയും ഉപയോഗിക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളെ ഗോതമ്പ് പൊടിയാണ് ഇടാനുള്ളത്. ശരിക്കും 3 ഇൻഗ്രീഡിയൻസ് മതി ഈ വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ നല്ല ജീരകമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി, ഇങ്ങനെ തിളപ്പിച്ചെടുത്ത വെള്ളം ഈ പൊടിയിലേക്ക് ചേർത്ത് കുഴച്ചെടുത്താലും മതി. എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഇതാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഈ പൊടി ഈ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് കുഴച്ചെടുത്തത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണ് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഇത് ചൂട് ഒരുവിധം ആയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു സ്പൂണ് ഓയിലും കൂടി ചേർത്താൽ നല്ലോണം കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത്രയും ഇൻഗ്രീഡിയൻസൊക്കെ മതി ഇതിന്. വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് വേഗം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഞാനിതിന്ന് ഓരോ പീസ് എടുത്തിട്ട് ബോൾസാക്കി മാറ്റുകയാണ്. വേണമെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലും കൂടി തടവിയാൽ പെട്ടെന്ന് തന്നെ നല്ല ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ ഉണ്ടകളും ഇതേപോലെ ഉണ്ടാക്കി വെക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. തിളച്ച എണ്ണയിലേക്ക് ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം പുറത്ത് നന്നായിട്ട് കളർ വരും, പക്ഷെ ഉള്ള് ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവില്ല. ഉള്ള് വേവാത്ത പ്രശ്നം ഇതിന് അങ്ങനെ വരില്ല, കാരണം നമ്മൾ തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുത്തത്. അതുകൊണ്ട് പൊടി അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്കൊരു 4-5 ദിവസം വരെ എയർടൈറ്റുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇത് കോരിയെടുക്കാം. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. you